തീരുമാനമെടുത്തതിൻ്റെ കാരണം ഈ 10 പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചു. ഈ 10 പ്രമാണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു മനുഷ്യൻ, ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ദുഷ്ടാരൂപി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം അവന് ചുറ്റും വെച്ചിരിക്കുന്ന 10 വേലിക്കല്ലുകളാണ് ഞാൻ പറയും. അപ്പൊ ഇതിനകത്ത് നിന്നാൽ ഇവനെ പിടിക്കാൻ പറ്റില്ല, തൊട്ടില്ല. അതായത് ഇതിനകത്തേക്ക് ഒന്നാം പ്രമാണം, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാക്കരുത്. ഈ മന്ത്രവാദ കൂടോത്രവിദ്യയുടെ അടുത്തൂടെ പോയപ്പോൾ ഞാൻ പറയും, സോറി, നമ്മൾ കൃപയിലല്ല, ഞാൻ കൃപയിലച്ചു, ഈ കൃപയിലച്ചു വെറുതെ. അതൊരു ആത്മധൈര്യവും പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനമല്ല ഈ ബൈബിള് പറയുന്ന ധൈര്യം, ഫെയ്ത്ത്. നോ, അത് ഒരു കോൺഫിഡൻസും ഇല്ലാത്തവനും കിട്ടും ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം. കോൺഫിഡൻസ് അല്ല വേണ്ടത്, ജീവിത വിശുദ്ധിയുള്ളവന് മാത്രം കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നൊരു ധൈര്യം. അവൻ്റെ ജീവിത വിശുദ്ധി കൊണ്ടാണ് പിശാച് അവനെ അടിക്കാത്തത്, അല്ലാണ്ട് കോൺഫിഡൻസ് കൊണ്ടല്ല. ഒരാളെ പൈശാചിക ശക്തി ഉപദ്രവിക്കാത്ത അവൻ്റെ തീഷ്ണത കൊണ്ടൊന്നുമല്ല, അവന് തെറിച്ചു നിൽക്കുന്നതുകൊണ്ടൊന്നുമല്ല, ഭയങ്കര വിൽ പവർ ഉള്ളതുകൊണ്ടൊന്നുമല്ല, അവൻ്റെ വിശുദ്ധി കൊണ്ട് മാത്രം. വിശുദ്ധിയുടെ മുമ്പിലല്ലേ പിശാച് തോൽക്കും, അല്ലാതെ വിൽ പവറിന്റെ മുമ്പിൽ തോൽക്കുന്നത് അങ്ങനെയല്ല. അത് നമ്മുടെയൊക്കെ ഒരു മണ്ടത്തരം പിടിച്ച ചിന്താഗതികൾ. അതായത് നീ കൃപയിലല്ല എങ്കില് നീ പോകുന്ന ചില യാത്രകളോ വഴികളോ അതിലൂടെ പോയിട്ട് വരുമ്പോൾ ഈ തിന്മയുടെ രൂപി നിന്റെ കൂടെ ഇങ്ങ് പോരും.